പത്തനംതിട്ട കക്കി ആനത്തോട് ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ്. പമ്പാ നദിയുടെയും കക്കട്ടാറിന്റെയും തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ജില്ലാ ഭരണകൂടം പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രവീൺ, പലയിടങ്ങളിലും ഡാമുകളിൽ റെഡ് അലേർട്ട് ഉണ്ടായിരുന്നു. എന്താണ് പത്തനംതിട്ടയിലെ ഒരു മഴ സാഹചര്യം, ഒപ്പം ഡാമുകളുടെ ഒരു അവസ്ഥ? അഭിനീത, പത്തനംതിട്ടയിൽ ഇപ്പോൾ മഴയുടെ ശക്തി അല്പം കുറവാണ്. പക്ഷേ പത്തനംതിട്ടയുടെ വനമേഖലകളിൽ ഇന്നലെ രാത്രി മുതൽ വലിയ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് പെയ്തത്. അതുകൊണ്ട് തന്നെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കക്കി ആനത്തോട് റിസർവോയറിൻ്റെ 1-ാം നമ്പർ ഗേറ്റ് 30 സെൻറ്റിമീറ്റർ തുറന്നു വെച്ചിരിക്കുന്നു. 2-ാം നമ്പർ ഗേറ്റ് 45 സെൻറ്റിമീറ്ററും 3-ാം നമ്പർ ഗേറ്റ് 45 സെൻറ്റിമീറ്ററും തുറന്ന് വെച്ചിട്ടുണ്ട്. അതായത് 3 ഷട്ടറുകൾ ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ മഴ കൂടുതൽ ശക്തിപ്പെടുകയാണെങ്കിൽ 4-ാം നമ്പർ ഷട്ടർ കൂടി തുറക്കാനുള്ള സാധ്യതയാണുള്ളത്. കക്കിയാനത്തോട് ഡാമിൻ്റെ ഈ 3 ഷട്ടറുകൾ തുറന്നത് മൂലം പമ്പാ നദിയിലും കക്കാട്ടാറിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂഴിയാർ റിസർവോയറിൻ്റെ 1-ാം നമ്പർ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. അതേസമയം 2-ാം നമ്പർ ഗേറ്റ് 20 സെൻറ്റിമീറ്റർ തുറന്നിട്ടുണ്ട്. 3-ാം നമ്പർ ഗേറ്റും അടച്ചിട്ടിരിക്കുകയാണ്. ഈ 2 ഡാമുകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പമ്പാ നദിയിലും കക്കാട് നദിയിലും ഒപ്പം തന്നെ അച്ചൻകോവിലാറിലും ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. വിനീത, ശരി. പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ടയിലെ സാഹചര്യം വിശദീകരിച്ചത്.